നല്ലൊരു ഇസ്ലാമിക കുടുംബമാണ്. ഒരു യുവാവാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ ജ്യേഷ്ഠൻ്റെ കല്യാണം ഉപ്പയും ഉമ്മയും അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കുട്ടിയെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ച് രണ്ട് കുടുംബത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലൊക്കെ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ട് കുടുംബത്തിലുള്ള ആളുകളെ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജ്യേഷ്ഠൻ ാണോ കുറ്റമാണോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയണത് ഞങ്ങളൊരു സ്റ്റഡി ഗ്രൂപ്പിൽ നിന്നും എനിക്ക് വേണ്ട ഒരു പ്രോജക്റ്റിന് സഹായം ചോദിച്ചപ്പോൾ ഒരു കുട്ടി ഗ്രൂപ്പിൽ അത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ തിരിച്ചൊരു താങ്ക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അയച്ചെന്ന കുട്ടിയോട് പല കാര്യങ്ങളും അങ്ങോട്ട് ചോദിച്ചു, പേര് വയസ്സൊക്കെ ചോദിച്ചിട്ട് അവർ റിപ്ലൈ ഒന്നും തന്നില്ല. പിന്നീട് അതിന് ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ചോദിച്ചതിന് സോറി എന്ന് പറഞ്ഞാണ്ട് അയച്ചു. പിന്നീട് മറ്റൊരു അവസരത്തിൽ ആ കുട്ടി എന്ത് ചെയ്തു, ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു പ്രോജക്റ്റിന് അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഞാനത് നൽകി. അപ്പോൾ പല കാര്യങ്ങളും നിരന്തരം ചോദിച്ചപ്പോൾ ആ കുട്ടി പ്രതികരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഈ കുട്ടി അതിനൊക്കെ മറുപടി അയക്കാതെ ഒന്നും ചെയ്യാൻ നിൽക്കുകയാണ് ചെയ്തത്. അവസാനം ഇതേപോലെ ഇങ്ങനെ നിരന്തരം ചോദിച്ചപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റല്ലേ, ഈ ചാറ്റിംഗ് ഒന്നും പാടില്ല, തെറ്റല്ലേ, അത് മാത്രമല്ല എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്, എൻ്റെ ഉപ്പ ഒന്നും അറിഞ്ഞാൽ എനിക്ക് ഒരിക്കലും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ മനസ്സിലാക്കുന്നത് അവളുടെ കുടുംബം ഇസ്ലാമികപരമായ കുടുംബമാണല്ലോ, അപ്പോൾ എനിക്ക് പറ്റിയൊരു കുട്ടിയാവാം ഇവളെന്ന് ഇതാക്കുകയും നിരന്തരം പിന്നീട് പലപ്പോഴും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതിനൊന്നും പലപ്പോഴും അവൾ തിരിച്ചു മറുപടി നൽകില്ല. ഇതിനിടയിൽ അവരുടെ ഉപ്പ മരിച്ചു. ഞങ്ങളുടെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലിയാണ്, അവരൊരു സാധാ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. പിന്നീട് അവളുടെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് അയച്ചു തന്നു. വേറെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ ഒരു കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇതൊരു പ്രേമ വിവാഹമാകുമോ, അതിൻ്റെ തെറ്റും കുറ്റവും ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ സഹോദരൻ മുന്നിൽ വെച്ചത്. നമ്മൾ ഇതിൽ നിന്ന് വലിയൊരു തത്വം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതായത് തെറ്റായ ഏതൊരു കാര്യമാണെങ്കിലും അതൊരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊന്ന് നോർമലൈസ് ചെയ്ത് മനസ്സ് കൊടുക്കണം. അതൊരു വലിയൊരു പ്രശ്നമാവാത്ത രൂപത്തിൽ. അതാണ് സയ്യന ലഹുമു ഷൈത്വാനു അഅമാലഹു എന്ന് പറയുന്നത്. പിശാച് അവിടെ പ്രവർത്തനങ്ങൾ അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഏതൊരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയെയും വിളിച്ച് സ്വകാര്യമായി ചോദിച്ചാൽ ആ തെറ്റിൽ നിലനിൽക്കുന്നതിന് അയാൾക്ക് എന്തുണ്ട്, ചില ന്യായങ്ങൾ പറയാനുണ്ട്. അതാണ്. അപ്പോൾ അതിലൊരു മദ്യപാനിയെ നിങ്ങൾ വിളിച്ചാൽ പോലും അയാൾ പറയും, ഞാൻ എന്താണ് ഒരു പക്ഷേ ഒരു ആത്മഹത്യയിലേക്ക് പോകേണ്ട സമയത്താണ് ഞാൻ മദ്യപാനത്തിലേക്ക് വന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ആത്മഹത്യയിലേക്ക് പോകലായിരുന്നു അതോ മദ്യപാനത്തിലേക്ക് വരലായിരുന്നു നല്ലത് എന്നൊരു അഡ്വൈസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ പറഞ്ഞു പോകും, അത് ആത്മഹത്യ ഒഴിവായിട്ടുണ്ടെങ്കിൽ നല്ലത്. ആത്മഹത്യയും മദ്യപാനവും അല്ലാത്ത പരിഹാരങ്ങളുണ്ട്. മനസ്സിലായി? അതാണ് ആത്മഹത്യയും മദ്യപാനവും അല്ലാത്ത പരിഹാരങ്ങളുണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്? അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ന്യായമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരിപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പറയുന്നതും പിന്നെ പറയുന്നതും തമ്മിൽ എത്ര വൈരുദ്ധ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ പ്രതികരിക്കാതിരുന്നു, ഒരു അന്യ പെൺ ആണായതുകൊണ്ട് അവൾ മറുപടി പറയാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം എന്ത് സംഭവിച്ചു, ഫോട്ടോ തന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പരസ്പരം ഫോട്ടോ കൈമാറി. അപ്പോൾ ഈ ആദ്യഘട്ടത്തിലുള്ള സൂക്ഷ്മതയ്ക്ക് എന്താ അർത്ഥമാണുള്ളത്? ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്താണ്? ഫോട്ടോ കൈമാറി, അവർ കാണാൻ ആഗ്രഹിച്ചു, ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് അവർ സംഗമിച്ചു, പിന്നെ അവരൊരു പാർക്കിൽ പോയി സംസാരിച്ചു, മനസ്സിലായില്ലേ, പിന്നെ അവർ റൂം എടുത്ത് താമസിച്ചു. ഇതൊക്കെ അടുത്തടുത്ത ഘട്ടങ്ങളിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ചെയ്യുമ്പോൾ എന്താണ്, സാധാരണ ഇതൊന്നും വിവരമില്ലാത്ത ഒരു ക്യാമ്പസ് പ്രണയത്തെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിവില്ലാത്ത ആളുകളുടെ പ്രേമം എന്ന് പറയാം. ഇത് വളരെ കാര്യങ്ങൾ അറിയുന്നവരെന്ന് ഇവർ പറയുമ്പോൾ ഇവരിൽ ഒരിക്കലും ഇത് സംഭവിക്കാൻ പറ്റില്ല. പിന്നെ ഇവർ ചോദിക്കുന്ന സംശയം എന്താ വെച്ചാൽ, ഇതൊരു പ്രേമമാണോ? ഇത് പ്രേമം തന്നെയാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിൽ ഉണ്ടാകുന്ന ഇഷ്ടം. ഇവൾ എൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ അവളെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന നിലക്കും അവർ തമ്മിലുള്ള ചാറ്റിങ്ങുകൾ, ആലോചനകൾ പോലും അതിൽ ആസ്വാദനങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇയാൾക്ക് ചില ആസ്വാദനങ്ങളുണ്ട്, അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് ചില ആസ്വാദനങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ്? 100% തെറ്റാണ്. നമുക്ക് നമ്മുടെ ഭർത്താവല്ലാത്ത, ഭാര്യയല്ലാത്ത ഒരു സ്ത്രീയിൽ നിന്നോ ഒരു പുരുഷനിൽ നിന്നോ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും കിട്ടുന്ന യാതൊരു അനുഭൂതിയും, ഒരു ഷെയറിങ്ങിൻ്റെതോ ഒരു സംസാരത്തിൻ്റെ ഒരു അനുഭൂതിയും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രേമമാണോ വെച്ചാൽ പ്രേമമാണ്. ഇനി ഒരു പ്രേമത്തിൽ എന്താണ് പ്രേമിക്കുന്നവർ ആവശ്യപ്പെടുന്നത്? എന്തായാലും ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല. ഇപ്പോൾ ഇവരും ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിലൊക്കെ ചെറിയ ഫെയിലിയർ വന്നതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയാണ് ഇത് എന്ന നിലക്കാണ് ആദ്യത്തെ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ തനിക്ക് പറ്റിയ ഒരാളെ ഞാൻ എല്ലാ പ്രേമിക്കുന്നവരുടെയും മനസ്സിലുള്ള ആശയം എന്താണ്? എനിക്ക് പറ്റുന്ന ഒരാളെ ഞാൻ കണ്ടെത്തി, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുമായി ഞാൻ സംഗമിച്ചു, എന്നെ അറിയുന്ന ഒരാൾ ആണ് ഇദ്ദേഹം എന്നതാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ പറയാം. അപ്പോൾ സത്യത്തിൽ ഇനിയിപ്പോൾ ഈ ഇതിൽ പ്രേമവിവാഹമാണോ, ഇത് ഈ വിവാഹത്തിന് പ്രേമവിവാഹത്തിൻ്റെ തകരാറുകൾ ഉണ്ടാകുമോ എന്ന സംശയം. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, ഈ വിവാഹത്തിന് മുമ്പ് ഇവർ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാലും ഇനി എന്താ ഉണ്ടാവുക, ഈ ബന്ധം എന്നും അവർക്കൊരു കരടായി അവരുടെ ഭാവി ജീവിതത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. എന്ത് ചെയ്യും? ഒരു വിശ്വാസ പ്രശ്നം ഉണ്ടായിരിക്കും.
സാധാരണ ഒരു ദീനില്ലാത്തവരാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ദീനിലേക്കാണ് പ്രവേശിച്ചാൽ ഒരു വിശ്വാസം വരും. ഇതിപ്പോൾ തന്നെ ദീനുള്ള ആൾക്കാർ ഇനി വിവാഹം കഴിഞ്ഞാലും ഈ അവിശ്വാസം നിലനിൽക്കും. അവൻ ആരോടെങ്കിലും ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ടോ, ഇവിടെ ആരെങ്കിലും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഏത് സമയത്തും എന്താ വെച്ചാൽ ഇവരിപ്പം ഇവളെ സാഹചര്യം അവൻ്റെ സാഹചര്യം ഒന്നും ചിന്തിക്കൂല. ഇവർ വിവാഹത്തിന് പറ്റുമെന്ന് ആലോചിക്കൂല. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജീവിക്കുമ്പോഴായിരിക്കും പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രേമ വിവാഹത്തിൻ്റെ എന്തെല്ലാം ഫെയിലിയറുകളുണ്ടോ അതെല്ലാം ഇതിനും എന്താണ് ബാധകമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അവർ ചെയ്യുന്ന തെറ്റാണ്. അതിന് തൗബ ചെയ്യുക, മടങ്ങുക പൂർണ്ണമായിട്ടും. ആ പൂർണ്ണമായ മടക്കം പൂർത്തിയായതിനു ശേഷം മാത്രമേ പിന്നെ ബാക്കി ചർച്ചകൾക്ക് പ്രസക്തി